ലെബനൻ എന്ന രാജ്യത്തിലെ ശക്തമായ ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ഹിസ്ബുള്ള. രാജ്യത്തിന്റെ സായുധ സേനയ്ക്ക് സമാന്തരമായി ഈ രാഷ്ട്രീയ കക്ഷിക്ക് സ്വന്തമായി സായുധ സേനയുണ്ട്. ഹിസ്ബുള്ള ഒരു ഭീകര സംഘടനയാണ് എന്നാണ് അമേരിക്കയും ഇസ്രായേലും നിരന്തരമായി പറയുന്നത്. ഹിസ്ബുള്ള ഭീകരാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടോ, ഭീകര പ്രവർത്തനമാണോ അവരുടെ ഉദ്ദേശം, അതോ ഹിസ്ബുള്ള ഒരു രാഷ്ട്രീയ സംഘടന മാത്രമാണോ? ഹിസ്ബുള്ളയുടെ ചരിത്രം നമുക്ക് പരിശോധിക്കാം. 2012 ജൂലൈ 18 ബൾഗേറിയയിലെ ബർഗാസ് എന്ന സ്ഥലത്ത് ഇസ്രായേൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന ബസ്സിന് നേരെ ബോംബ് എറിഞ്ഞ് 6 പേർ കൊല്ലപ്പെടുകയും 33 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2005 ഫെബ്രുവരി 14 ലെബനനിലെ ബെയ്റൂട്ടിൽ ഒരു വാഹനം ഉപയോഗിച്ച് ആക്രമണം നടത്തി ഒരു മുൻ ലെബനീസ് പ്രധാനമന്ത്രിയും മറ്റ് 23 പേര് കൊല്ലപ്പെടുകയും 226 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 1994 ജൂലൈ 18 അർജന്റീനയിലെ ബ്യൂണസ് ഐറീസിൽ ഒരു ജൂത കമ്മ്യൂണിറ്റി സെന്റർ ബോംബെറിഞ്ഞ് 95 പേരാണ് കൊല്ലപ്പെട്ടത്. 1985 ജൂൺ 14 ഗ്രീസിലെ ഏതൻസിൽ US കമ്പനിയായ ട്രാൻസ്വേൾഡ് എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 847 ഹൈജാക്ക് ചെയ്ത് ഡസൻ കണക്കിന് US യാത്രക്കാരെ ബന്ദികളാക്കി. ഒരാളെ കൊന്നു. അദ്ദേഹം US നേവി ഡ്രൈവർ ആയിരുന്നു. 1984 സെപ്റ്റംബർ 20 ലെബനനിലെ ബെയ്റൂട്ടിൽ US എംബസി അനക്സിൽ ബോംബെറിഞ്ഞ് 2 അമേരിക്കക്കാർ ഉൾപ്പെടെ 23 പേർ കൊല്ലപ്പെട്ടു. 1983 ഒക്ടോബർ 23 US മറൈൻ കോർപ്സ് ബാരക്കിൽ ബോംബെറിഞ്ഞ് 241 അമേരിക്കക്കാർ കൊല്ലപ്പെടുകയും 73 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 1983 ഏപ്രിൽ 18 US എംബസിയിൽ ബോംബെറിഞ്ഞ് 78 അമേരിക്കക്കാർ കൊല്ലപ്പെടുകയും 120 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ലോകമെമ്പാടും ആക്രമണങ്ങൾ നടത്താൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ സൈനിക തീവ്രവാദ സംഘടനയാണ് ലെബനീസ് ഹിസ്ബുള്ള. ഇറാനുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം സംരക്ഷിക്കാനും സിറിയൻ ഭരണകൂടത്തെ ശക്തിപ്പെടുത്താനും ലെബനനിൽ സ്വന്തം ആഭ്യന്തര അധികാരം നിലനിർത്താനും ഇസ്രായേൽ താൽപര്യങ്ങളെ എതിർക്കുന്നതിനും മിഡിൽ ഈസ്റ്റിൽ നിന്ന് US സേനയെ എതിർക്കുന്നതിനും ഹിസ്ബുള്ള പ്രതിജ്ഞാബദ്ധമാണ്. ഹിസ്ബുള്ളയുടെ ഇസ്ലാമിക് ജിഹാദ് ഓർഗനൈസേഷൻ എക്സ്റ്റേണൽ സെക്യൂരിറ്റി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ യൂണിറ്റ് 910 എന്നും അറിയപ്പെടുന്നു. പാശ്ചാത്യ ലക്ഷ്യങ്ങൾക്കെതിരെ ഉൾപ്പെടെയുള്ള വിദേശ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പ്രാഥമികമായി ഉത്തരവാദിയായ ഉയർന്ന കമ്പാർട്ട്മെന്റുള്ള യൂണിറ്റാണ് ഇത്. ഹിസ്ബുള്ള ഇസ്രായേലിനെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെയും അതിന്റെ പ്രധാന എതിരാളികളായി കാണുന്നത് കൂടാതെ മാതൃരാജ്യത്തിലെ ഭീകര പ്രവർത്തനങ്ങളിലും ഉൾപ്പെട്ടിട്ടുണ്ട്. 2017 മുതൽ തീവ്രവാദത്തിന്റെയും ക്രിമിനൽ കുറ്റങ്ങളുടെയും പേരിൽ 3 IJO പ്രവർത്തകരെ FBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ US പൗരത്വമുള്ളവരായിരുന്നു. ലെബനനിലുടനീളം ഹിസ്ബുള്ളയുടെ പ്രവർത്തന മേഖലകളുണ്ട്. ഇറാഖ്, സിറിയ, യമൻ എന്നിവിടങ്ങളിലെ തീവ്രവാദങ്ങൾക്ക് പരിശീലനവും മറ്റ് സൈനിക പിന്തുണയും നൽകുന്നതിന് ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി പ്രവർത്തിച്ചിട്ടുമുണ്ട്. ആഗോളതലത്തിൽ മാരകമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ഏകദേശം 40,000 പോരാളികളാണ് ഹിസ്ബുള്ളയ്ക്ക് ഉള്ളത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഒരു രാജ്യത്തിനുള്ളതിന് സമാനമായ സൈനിക ശേഷി ഹിസ്ബുള്ളയ്ക്കുണ്ട്. കപ്പൽ പ്രതിരോധ, ടാങ്ക് പ്രതിരോധ, കൃത്യതയുള്ള മിസൈലുകൾ, റോക്കറ്റുകൾ, കൂടാതെ ആളില്ലാ വിമാന സംവിധാനങ്ങൾ, പതിയിരുന്നുള്ള ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ, ബോംബ് സ്ഫോടനങ്ങൾ, പരോക്ഷ തീ ആക്രമണങ്ങൾ, തട്ടിക്കൊണ്ടുപോകലുകൾ എന്നുൾപ്പെടെയുള്ള രഹസ്യ ഓപ്പറേഷനുകൾ പരമ്പരാഗതമായ രീതിയിലും തന്ത്രപ്രധാനമായും നടത്തി വന്നിട്ടുണ്ട്. ഭാവിയിലെ പദ്ധതികൾക്കായി വ്യക്തമാക്കാത്ത സ്ഥലങ്ങളിൽ ആയുധം സൂക്ഷിക്കുന്നുണ്ട്. അമോണിയം നൈട്രേറ്റ് പോലുള്ള സ്ഫോടക വസ്തുക്കൾ ഭാവി പ്രവർത്തനങ്ങൾക്കായി വിവിധ രാജ്യങ്ങളിൽ സൂക്ഷിച്ചു വരുന്നുണ്ട്. 1997 ഒക്ടോബറിൽ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഹിസ്ബുള്ളയെ ഒരു വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു. യൂറോപ്യൻ യൂണിയൻ, അറബ് ലീഗ്, ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ എന്നിവയുൾപ്പെടെ 60-ലധികം രാജ്യങ്ങളും സംഘടനകളും ഹിസ്ബുള്ളയെ ഭാഗികമായോ മുഴുവനായോ ഒരു ഭീകര സംഘടനയായി അംഗീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടയിലെ ഹിസ്ബുള്ള ഇടപെടൽ മൂലം ഇസ്രായേൽ ലെബനനിലേക്കും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ഹിസ്ബുള്ള മേധാവിയെ വകവരുത്തിയതിന് പുറമെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇസ്രായേൽ നീങ്ങിയിരിക്കുകയാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് 1 വർഷം തികയാൻ ഏതാനും ദിവസം ബാക്കി നിൽക്കെയാണ് യുദ്ധം സമീപ രാജ്യങ്ങളിലേക്കും ശക്തമായ രീതിയിൽ വ്യാപിക്കുന്നത്.